കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ഏത് രൂപത്തിലാണ് അവിടെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോരാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ നട കഴിഞ്ഞു. നേരെ നമ്മൾ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി വാതിൽപ്പടി കയറുകയാണ്. അങ്ങനെ ആ ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് നാരായണി എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് വണങ്ങി, അതുപോലെ വലത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് കണ്ടു തൊഴുതു. നേരെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ പ്രകാശപൂരിതമായ ആ ശ്രീലകമാണ് കാണുന്നത്. പൊൻവിളക്കിൻ്റെ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കാണുകയാണ്. കാൽപാദങ്ങളൊക്കെ കാൽത്തളകളിട്ട് ഇങ്ങനെ കാണുന്നു. പട്ടുപുടവ ചുറ്റിയിട്ടുണ്ട്, അരയിൽ കിങ്ങിണിയുണ്ട്. ചെറുതായിട്ടൊരു എന്താ പറയുക, പൊന്നുണ്ണി ഇന്ന് ഓടക്കുഴൽ ഊതി നിൽക്കുകയാണ്. കുഞ്ഞ് കുമ്പൊക്കെ ഉണ്ട്. വളരെ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. ചെവിപ്പൂക്കളുണ്ട്, കൈവളകളുണ്ട്, തോൾവളകളുണ്ട്. നെറ്റിയിലൊരു ഗോപീതിലകുണ്ട്, മാറത്തൊരു ഗോപീതിലകുണ്ട്. പിന്നെ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. പീലിത്തിരുമുടിക്ക് പീലി കളഭം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. തുളസിയും ചുവന്ന പൂവായിട്ടുള്ള തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ 2 തിരുമുടിമാലകളും 2 ഉണ്ടമാലകളുണ്ട്. ഒരു താമര ഉണ്ടമാലയുണ്ട്, ഒരു തുളസി തെച്ചിയായിട്ടുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ പിന്നെ 2-4 ഉണ്ടമാലകൾ മേലെ തുളസി മാത്രമായിട്ടുള്ളത് ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്ത് ഇന്ന് കാണാനുള്ള ആ പൊന്നുണ്ണിക്കണ്ണൻ ഓടക്കുഴൽ മുരളീധരനായിട്ടാണ്. എന്താ പറയുക, കറുത്ത പൊന്നുണ്ണിയായിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞ മാതിരിയാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് മേൽശാന്തിയായിരുന്നു ഉച്ചപൂജ. വളരെ നന്നായിട്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, പ്രാർത്ഥിച്ച് തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ ആ പ്രാർത്ഥന ആ ഗുരുവായൂരപ്പൻ കേൾക്കും. ഇനി നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. അങ്ങനെ സപ്തമാതാക്കളെ തൊഴുതു. അതിനുശേഷം നേരെ വീണ്ടും വിഘ്നേശ്വരൻ്റെ അവിടെ വന്ന് വിഘ്നേശ്വരനെ കണ്ടു തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ടു തൊഴുത് നേരെ നമ്മൾ മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ടു. അങ്ങനെ കണ്ടു തൊഴുത് നേരെ മേൽശാന്തി അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങി അനന്തപത്മനാഭസ്വാമിയെ കണ്ടു തൊഴുതു. അവിടെ താമരമാലയും തുളസിമാലയൊക്കെ നിറയെ ഉണ്ട് വിധാനമായിട്ട്. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് ഒഴിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ചു. പുറകുവശത്ത് വന്നിട്ട് വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു. നേരെ നടന്നു. കൃഷ്ണനെ കണ്ടു, അതേപോലെ മുരുകനെ കണ്ടു തൊഴുതു. ഇനി ബാക്കിയുള്ള അതായത് ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. ഓവിൻ്റെ അവിടെ വന്നിട്ട് തൊഴുതു. ശ്രീകോവിലിൽ നിന്നുള്ള പുറത്തേക്കുള്ള ആ ഓവിൻ്റെ അവിടെ വന്ന് തൊഴുതു. ഇനി ഗ്രില്ലിൻ്റെ പുറത്തേക്ക് വന്നിട്ട് താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു. അങ്ങനെ നമ്മൾ ഇനി നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. മണിക്കിണറും അതുപോലെ നൃത്താറയിൽ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതൊക്കെ കണ്ട് ഇങ്ങനെ കുറൂരമ്മേനെയൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി
നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ എടത്തരികത്ത് കാവിലെ അമ്മേനെ കാണാൻ പോവാം. എടത്തരികത്ത് കാവിലെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ തൊഴുതു. ഇന്നൊക്കെ കൗണ്ടിങ്ങിൻ്റെ, അതായത് ഭണ്ഡാരം ചുമക്കുന്നതിൻ്റെ തിരക്കുകളാണ്. അപ്പോൾ നല്ല തിരക്കാണ്. ഇന്നൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. മൊത്തം കൊടിമരം വഴിയാണ്. ഇന്നും നാളെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. സ്വാമിമാരുടെ തിരക്കും കൂടി ആവുകൊണ്ട് നാളത്തേലൊക്കെ ഒരുവിധം തീരുമെന്ന് വിചാരിക്കണം. വളരെ ഉദയാസ്തമന പൂജയും ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ തിരക്ക് കൂടുതലാണല്ലോ. ഒരു നിമിഷം മാത്രമേ ഇപ്പോൾ തൊഴാൻ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. അതിന് തന്നെ 1000 രൂപയുടെ ക്യൂവിനും കൂടിയും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും എല്ലാ ആളുകൾ കുറയുന്നൊന്നുമില്ല, ഭക്തർ കുറയുന്നില്ല, ഭക്തർ കൂടുന്നേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം തന്നെ. അപ്പോൾ നമ്മളവിടെ എത്തി മമ്മിയൂരപ്പനെ എന്ന് കണ്ട് പ്രാർത്ഥിച്ചു. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ശ്രീകോവിലിൻ്റെ അവിടേക്ക് നോക്കി തൊഴുതു. കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി തൊഴുതു. അയ്യപ്പസ്വാമിയുടെ അടുത്ത് എത്തിയിട്ട് അയ്യപ്പസ്വാമിനെയും കണ്ട് തൊഴുതു. അവിടെ നിറയെ ക്യൂ ആണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിലെത്തി. ദീപസ്തംഭം നോക്കി തൊഴുതു. അതേപോലെ കൊടിമരം നോക്കി തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ എല്ലാവരും ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ട് തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. നമ്മൾ ഈ പറയുന്ന ആ ശബ്ദത്തിനോടൊപ്പം അത് ശ്രവിക്കുന്നതോടൊപ്പം നമ്മളുടെ ഓരോ ചലനങ്ങളും പറയുന്നതിനനുസരിച്ചാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുന്നിലാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് അവിടെ എത്തി. അതന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളെ കാണും. നമ്മളങ്ങോട്ട് കാണുന്നത് മനക്കണ്ണിലാണ്, പക്ഷേ ഗുരുവായൂരപ്പൻ നമ്മളെ കാണുന്നത് നേരെയാണ്, നേരിട്ട് തന്നെ. കാരണം മനസ്സിനാണ്, ശരീരത്തിനല്ല പ്രാധാന്യം. മനസ്സ് എവിടെ എത്തുന്നുവോ അവിടെയാണ് ഈശ്വര ചൈതന്യം ഉണ്ടാവുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കടാക്ഷം എല്ലാവരിലേക്കും എത്തും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ ഗുരുവായൂരപ്പനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ. ഒന്ന് ഷെയർ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. കൃഷ്ണ.